ക്രിസ്മസ് ആഘോഷത്തിൽ നിറഞ്ഞ സാന്നിധ്യമാണ് സാന്താക്ലോസ് അല്ലെങ്കിൽ ക്രിസ്മസ് ഫാദർ. പഞ്ഞു പോലുള്ള വെള്ളത്താടിയും മുടിയും ചുവന്ന തൊപ്പിയും കുപ്പായവുമുള്ള സാന്താക്ലോസ് മാനുകളെ പൂട്ടിയ മഞ്ഞുവണ്ടിയിൽ നിറയെ സമ്മാനപ്പൊതികളുമായി അങ്ങനെ തെന്നി നീങ്ങിപ്പോകുന്നത് കൗതുകമുള്ള കാഴ്ച തന്നെയാണ്. ശരിക്കും ആരാണ് സാന്താക്ലോസ്? തുർക്കിയിലെ ആധുനിക നഗരമായ ഡെമ്രയിലെ പുരാതന നഗരമാണ് മൈറ. 3-ാം നൂറ്റാണ്ടിൽ അവിടെ നിക്കോളാസ് എന്നു പേരുള്ള ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. രോഗികളെയും സാധുക്കളെയും അവർ പോലും അറിയാതെ അദ്ദേഹം ഉദാരമായി സഹായിക്കുമായിരുന്നു. ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞ് ഒരു നിവൃത്തിയുമില്ലാതെ തന്റെ 3 പെൺമക്കളെയും വിറ്റുകളയാൻ തീരുമാനിച്ച ഒരു പിതാവിന്റെ വീട്ടിൽ രാത്രി എത്തി ജനാലയിലൂടെ സ്വർണ്ണ നാണയങ്ങൾ കിഴിയാക്കി അകത്തേക്ക് ഇട്ടുകൊടുത്ത് ആ കുടുംബത്തെ രക്ഷിച്ചതും, വിധവയായ സ്ത്രീയുടെ 2 പെൺമക്കൾക്ക് സ്ത്രീധനമായുള്ള പണവും രാത്രി ജനാലയിലൂടെ വീടിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തതുമൊക്കെ ഏറെ പ്രചാരത്തിലുള്ള സംഭവങ്ങളാണ്. തന്റെ ദാനധർമ്മത്തിലൂടെയും സേവന സന്നദ്ധതയിലൂടെയും നിക്കോളാസ് സെന്റ് നിക്കോളാസായി മാറുകയും അദ്ദേഹം അന്തരിച്ച ഡിസംബർ 6 സെന്റ് നിക്കോളാസ് ഡേ ആയി യൂറോപ്പുകാർ ആചരിച്ചു വരികയും ചെയ്തു. ആ ദിവസം സന്നദ്ധ സേവനത്തിനായി അവർ മാറ്റിവെച്ചു. 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ന്യൂയോർക്കിൽ ഒരു കൂട്ടം ഡച്ചുകാർ നിക്കോളാസ് ദിനം ആചരിക്കുകയും സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. നിക്കോളാസ് തന്റെ സ്റ്റോക്കിങ്സിൽ നിറയെ കളിപ്പാട്ടങ്ങളുമായി എത്തി അവ ജനാലയിൽ കൂടി അകത്തേക്കിടുന്ന തടിയിൽ തീർത്ത ഒരു ചിത്രം അന്ന് അവിടെ കൂടിയിരുന്നവർക്ക് വിതരണം ചെയ്തു. ഇതാണത്രേ സാന്താക്ലോസിൻ്റെതായി വന്ന ആദ്യ രൂപം. സെന്റ് നിക്കോളാസ് എന്നത് ഡച്ചുകാരുടെ ഉച്ചാരണത്തിലും ഭാഷാപ്രയോഗത്തിലും സിൻഡർ ക്ലോസ് എന്നാണ് പറഞ്ഞു വന്നത് എന്നതിനാൽ അത് പിന്നീട് സാന്താക്ലോസ് ആയി മാറുകയായിരുന്നു. 1881 തോമസ് നാസ്റ്റ് എന്ന കാർട്ടൂണിസ്റ്റ് ദ നൈറ്റ് ബിഫോർ ക്രിസ്മസ് എന്ന ക്ലെമൻ കാർക്ക്മൂറിന്റെ കവിതയ്ക്ക് ഹാർപ്പേഴ്സ് വീക്ക്ലിയിൽ വരച്ച ചിത്രമാണ് ഇന്ന് കാണുന്ന സാന്താക്ലോസ് രൂപം. വെള്ളത്താടിയുള്ള ചുവന്ന കുപ്പായം ധരിച്ച വലിയ വയറുള്ള വൃദ്ധൻ മഞ്ഞുവണ്ടിയിൽ കളിപ്പാട്ടവുമായി പോകുന്നതായിരുന്നു ക്ലെമൻ കാർക്കിന്റെ കവിതയിലെ സങ്കല്പം. 9 മാനുകളെ പൂട്ടിയ മഞ്ഞുവണ്ടി, ഡാഷർ, ഡാൻസർ, പ്രാൻസർ, വിക്സൺ, കോമറ്റ്, ക്യൂപ്പിഡ്, ഡോണർ, ബ്ലിക്സർ, ഇവർക്ക് നായകനായി ചുവന്ന മൂക്കുള്ള റൂഡോൾഫ്. ഇതൊക്കെ തോമസ് നാസ്റ്റിന്റെ സംഭാവനയാണ്. 1930കളിൽ കൊക്കക്കോള തങ്ങളുടെ പരസ്യത്തിൽ സാന്റാക്ലോസിനെ ഉപയോഗിച്ചു തുടങ്ങിയതോടെ ചുവന്ന തൊപ്പിയും ഉടുപ്പും വെള്ളത്താടിയും മഞ്ഞുവണ്ടിയുമെല്ലാം കുറെ കൂടെ ജനപ്രിയമായി. ക്രിസ്മസുമായി സെന്റ് നിക്കോളാസിന് ബന്ധമൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ചരമദിനമായ ഡിസംബർ 6 സെന്റ് നിക്കോളാസ് ഡേ പരിപാടികളും സേവന പ്രവർത്തനങ്ങളും സമ്മാന വിതരണവുമെല്ലാം ക്രിസ്മസ് കാലത്തായതുകൊണ്ട് കാലക്രമേണ അത് ക്രിസ്മസുമായി ഇടകലർന്ന് കൂടിച്ചേരുകയായിരുന്നു. ഇന്ന് സാന്താക്ലോസ് ഇല്ലാതെ ആരും ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. ഓരോ കരോൾ ഗ്രൂപ്പിലും ഏറ്റവും കുറഞ്ഞത് ഒരു സാന്താക്ലോസെങ്കിലും കാണും. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ സാന്താക്ലോസുമാർ ഒത്തുചേർന്നതിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കേരളത്തിനാണ്. 2014 ഡിസംബർ 27 തൃശൂരിലായിരുന്നു അത്. 18,112 പേരാണ് സാന്താക്ലോസ് വേഷത്തിൽ ഒത്തുചേർന്നത്. ക്രിസ്മസിന്റെ തലേരാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ സമ്മാനം വെച്ചു പോകുന്ന സാന്താക്ലോസ് അന്നും ഇന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരനാണ്. സാന്റ ജീവിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ സാന്റയ്ക്ക് കത്തുകളും ഇമെയിലുകളും അയക്കുന്ന ധാരാളം കൂട്ടുകാർ ലോകത്തിന്റെ നാനാഭാഗത്തുമുണ്ട്. അവർക്ക് വേണ്ടി ഫിൻലാൻഡിലെ റുവാനിയാമിൽ ഒരു സാന്താക്ലോസ് വില്ല പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ സജീവമായി സാന്താക്ലോസ് ഉണ്ട്. വരുന്ന കത്തുകൾക്ക് കൃത്യമായി മറുപടി എഴുതാൻ സെക്രട്ടറിമാരും, എന്തിന് കത്ത് കൃത്യമായി അയക്കാനും സ്വീകരിക്കാനും ഒരു പോസ്റ്റ് ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. സത്യമാണെങ്കിലും സങ്കല്പമാണെങ്കിലും സാന്താക്ലോസ് ഒരേ സമയം അതൊരു കൗതുകവും വിസ്മയവുമാണ്. Feliz Navidad, Buon Natale,
Joyeux Noël!